ഇന്ന് ലൈവിൽ നടന്ന എന്നാൽ അവിടെ അധികം ആഘോഷിക്കാൻ തോന്നാത്ത അല്ലെങ്കിൽ ലൈവിൽ നമുക്കെന്ന് വെച്ചാൽ കുറച്ചധികം സൂം ഔട്ട് ചെയ്താണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവരുടെ എക്സ്പ്രഷൻ ഒന്നും നമുക്ക് അധികം കിട്ടൂല. പക്ഷെ എപ്പിസോഡിൽ വളരെ അധികം അടിപൊളിയായ ഒരു റൊമാൻറ്റിക് ആയിട്ട് കാണിച്ച ഒരു സീൻ ഇപ്പൊ പ്രൊമോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് എപ്പിസോഡിന്റെ പ്രൊമോ ആയിട്ട് അനീഷിന്റെ ആ ഒരു ചിരി, എന്റെ പൊന്ന് സാറേ, അദ്ദേഹത്തിന്റെ ചിരി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു കൊച്ചു കുട്ടിയുടെ കണക്ക് അല്ലെങ്കിൽ ഒരു നല്ല റൊമാൻറ്റിക് ഹീറോയെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഷാനവാസിന്റെ ആ ഒരു ഡയലോഗ്, അതായത് നിന്റെ ഉള്ളിൽ പ്രണയമൊക്കെ വന്നപ്പോഴത്തേക്ക് നീ കുറച്ചുകൂടി ചെറുപ്പമായടാ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് കറക്റ്റ്, അത് നന്നായിട്ട് തന്നെ ആ ഒരു പ്രൊമോയിൽ എഡിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ നിങ്ങൾ തല്ലത്തില്ലെങ്കിൽ പറയട്ടെ, പറയുന്നതിന് മുന്നേ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വേറൊന്നുമല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ നമുക്ക് ഏതൊരു ബിഗ് ബോസ് സീസൺ ആകുമ്പോൾ ഇവിടെ ലവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോംബോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് കോംബോ ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. അത്തരത്തിൽ വന്ന സമയത്തോട്ടെ എനിക്കൊരു കാര്യത്തിൽ ഒരു കോംബോ ഫീൽ തോന്നിയിട്ടുള്ളത് അനീഷും അനുമോളും തമ്മിലാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് വന്നുടനെ ആദ്യം വന്നത് അനീഷ്, രണ്ടാമത് വന്നത് അനുമോള്. അപ്പൊ ഇവർ രണ്ടുപേരും വന്നുടനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊക്കെ ചെറിയ ചെറിയ ചൊറിച്ചിലും വഴക്കും അടിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എത്ര അടി കൂടിയാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എത്ര അടി കൊണ്ട് എത്രയൊക്കെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്താലും ഈവൻ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിൽ നിന്നാലും അനുമോള് കറക്റ്റ് ആയിട്ടൊരു കാര്യം വരുമ്പം അനീഷിനെ എതിർത്ത് സംസാരിക്കും. എസ്പെഷ്യലി ആ ഒരു ബോട്ടിൽ ഫാക്ടറി, മറ്റേ നാരങ്ങ ജ്യൂസ്, അതിൻ്റെയൊക്കെ സമയത്ത് അനീഷിനെ എടുത്തിട്ട് നല്ല കസറിയിട്ടുണ്ട് അനുമോള്. അതേപോലെ തിരിച്ച് അനുമോളെടുത്ത് അനീഷും നന്നായിട്ട് ഫൈറ്റിന് പോകാറുണ്ട്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അതിലിപ്പം അനുമോളുടെ ഭാഗത്ത് ന്യായമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും അതായത് വേറൊരു ആൾക്കാരുമായിട്ട് അനുമോള് ഫൈറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിച്ചോ, പക്ഷെ അനീഷ് വന്നിട്ട് അനുമോളെ കെയർ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അനീഷിനോട് ഒരു കാര്യവുമില്ലാതെ ആരെങ്കിലും വേറെ എവിടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അനുമോൾ ഉടനെ പറയും, ആ പാവ മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ, ഒന്നുമില്ലെങ്കിൽ പ്രായത്തിനെങ്കിലും നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അനീഷിനെ, അത് അനുമോളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിലും അനീഷിനെ കെയർ ചെയ്യുന്ന ഒരു അനുമോളുടെ ഒരു ഫേസ് ഉണ്ട്. അനുമോള് ഓൾമോസ്റ്റ് എല്ലാവരുടെയും കാര്യത്തിൽ ഈ പറയുന്ന കാര്യം കാണിക്കാറുണ്ട്. പക്ഷെ എങ്കിലും അനീഷിനോട് പ്രത്യേകിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ എന്തോ ഒരു ബ്രദർ സിസ്റ്റർ പോലെയൊക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോംബോ തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പ്രവീൺ വന്ന സമയത്ത് കംപ്ലീറ്റ്ലി പ്രവീൺ അനുമോളുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്ന് വെച്ചാൽ പുറത്തുനിന്ന് അനുമോളെ കുറിച്ചുള്ള ഒരു നല്ല ഇമേജ് കണ്ടിട്ടാണ് പ്രവീൺ അകത്ത് വരുന്നത്. പക്ഷെ അനുമോളുടെ കൂടെ അത്ര ടച്ച് ചെയ്ത് നിൽക്കാനൊന്നും പ്രവീണിന് പറ്റിയിട്ടില്ല സത്യത്തില്. പക്ഷെ ഒരു ലവ് കോംബോ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതുപോലെ തോന്നിയിട്ടുണ്ട്. മനഃപൂർവ്വമായിട്ട് പ്രവീൺ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ട്, പക്ഷെ ഒന്നും ഏറ്റില്ല. പക്ഷെ എങ്കിലും ഏറ്റവും നല്ലൊരു കോംബോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അനീഷ് അനുമോൾ തമ്മിലുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഈ പറയുന്ന കണക്ക് ആദിലയും അനീഷും തമ്മിലൊരു ടോം ആൻഡ് ജെറി ഫീൽ തോന്നിയിട്ടുണ്ട്. അതും സത്യത്തിൽ ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ബോറായി പോയായിരുന്നു ആദിലയും അനീഷും തമ്മിലുള്ള ആ ഒരു വഴക്കൊക്കെ. എനിക്ക് ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എങ്കിലും ഇതുവരെ ഒരു എന്താ പറയാ, ഒരു ഒതുക്കത്തിൽ കൊണ്ടുപോയ രണ്ടുപേരെന്ന് പറയുന്നത് അനീഷും അനുമോളുമാണ്. ഇനി ഇന്നത്തെ ആ ഒരു പ്രൊമോ കണ്ടപ്പോൾ, ഇന്നത്തെ ആ ലൈവിൽ ഞാൻ ആ സീൻ കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ലൈവിലെ സീൻ എന്ന് പറയുന്നതും ഈ പറയുന്ന കണക്ക് അനീഷും അനുമോളും കൂടെ ഒന്നിച്ച് നിന്ന് കിച്ചണിൽ വർക്ക് ചെയ്യുകയാണ്. ശരിക്കും കിച്ചൺ ടീമിൽ അനീഷ് ഇല്ലായിരുന്നു. പക്ഷേ എങ്കിലും അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ ആദിലയും നൂറയും കൂടെ ഭയങ്കരമായിട്ട് ഇവരെ തമ്മിൽ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അതായത് ഉണക്കമീൻ കോംബോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉടനെ അനുമോള് പറയുന്നുണ്ട് ഉണക്കമീൻ നല്ല രുചിയാണ് എന്നൊക്കെ. പക്ഷെ ഇവര് എന്നിട്ടും അനീഷ് അങ്ങനൊന്നും പറയുന്നില്ല. എങ്കിലും അനീഷും അതിന്റെ കൂടെ ചിരിച്ച് കളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പ്രൊമോയിൽ കാണിച്ച സംഭവം എന്ന് വെച്ചാൽ, ഇന്ന് ഈ പറയുന്ന ട്രയോസ് ഉണ്ടല്ലോ, പട്ടാ ഗേൾസ്, അവർ മൂന്നുപേരും സാരി എടുത്തു വന്നപ്പോഴത്തേക്കും നൂറെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ ഉന്തി കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ കണ്ണ് തൊള്ളിപ്പോയി എന്ന് പറയത്തില്ല ഇവരുടെ സൗന്ദര്യം കണ്ടിട്ട്, അതേപോലെ. അപ്പോൾ ഉടനെ ഷാനവാസ് വന്നിട്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. എന്നിട്ട് അനീഷ് പറയുന്നുണ്ട് ഇതിൽ ആരെ നോക്കും എന്നുള്ളതാണ്. ഒരു ഫണ്ണായിട്ട് വളരെ തമാശ രൂപേണ പറയാണ്. ഇപ്പൊ അവര് മൊത്തത്തിൽ ഒരു ചങ്ങാത്തം ഉണ്ട് ഇതിന്റെ ഇടയിൽ. അപ്പോൾ ഉടനെ ഷാനവാസ് പറയുന്ന ഡയലോഗാണ്, ഇപ്പൊ കുറച്ച് അട്രാക്ഷൻ ഒക്കെ കൂടുതലാണ്. അതിന് ശേഷമുള്ള ആ അനീഷിന്റെ ഒരു ചിരി ഉണ്ടല്ലോ, എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. അനീഷിന്റെ ഫേസിൽ വരുന്ന ആ ഒരു ബ്ലഷും ചിരിയും ഒക്കെ. പിന്നെ അവിടെ അനുമോളും അതിപ്പോ ലൈവില് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. കാരണം ഇവർ രണ്ടുപേരും ചേർത്താണ് കൂടുതലും നൂറെ അതിലേയും കളിയാക്കുന്നത്. ഉണക്കമീൻ കോംബോ എന്ന് പറയുമ്പോഴും രണ്ടുപേരും ഒരു ഉണക്കമീനാണ്. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു,
അവർ ഡൈനിങ് ടേബിളിൽ ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് ഇന്ന് അവർക്ക് സത്യത്തിൽ റേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ പച്ചമുളകൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പയറുതോരൻ വെക്കുന്നുണ്ട്. പയറുതോരൻ വെക്കുമ്പോൾ അതിൽ പച്ചമുളകൊന്നും ഇടാതെയാണ്, അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ്, തട്ടിക്കൂട്ടിയൊക്കെയാണ് അനിമോൾ അത് വെച്ചത്. പക്ഷെ എങ്കിലും ഓൾമോസ്റ്റ് അനിമോളുടെ ഫുഡ് അത് ഭയങ്കര ഇഷ്ടമാണ് അനീഷിന്. അപ്പൊ ഇന്നത് തട്ടിക്കൂട്ടിയാണ് വെച്ചത്, താനിത് അത്ര സൂപ്പറൊന്നും അല്ലേ എന്നിങ്ങനെ ഒരു മുൻകൂർ ജാമ്യം അനിമോൾ എടുക്കുന്ന സമയത്ത് അനീഷ് പറയുന്നുണ്ട്, ഒരു നാടൻ ടേസ്റ്റ് ഉണ്ട്, നാടൻ ടേസ്റ്റ് ആണ്, കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ ആദിലെ നൂറ എങ്ങോട്ട് പറയുന്നുണ്ട്, ചേട്ടന് നാടൻ ഭയങ്കര ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുമോള് ഞാൻ നാടനാണ് എന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ അനുമോൾ ഒരു നാടൻ ശൈലിയാണ്, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മോഡേൺ ആയിട്ട് ലൈഫ് ചെയ്യുന്നെങ്കിലും പുള്ളിക്കാരി ഒരു നാടൻ സ്റ്റൈലൊക്കെയാണ്. കുറച്ചധികം സദാചാരവും മോറൽ തിങ്കിങ് ഒക്കെ ഉള്ള ആളാണ്. കുറച്ച് റിഗ്രസീവ് ആണ്, അത്ര വലിയ പ്രോഗ്രസീവ് അല്ല അനുമോള്. അപ്പം ഈ ഒരു അനീഷിന് പറ്റിയൊരു കോംബോ എന്നുള്ള ഒരു രീതിയിൽ ഈ നൂറയും ആദിലയും കുറച്ച് ഇന്റൻഷനലി ഒന്ന് ഇട്ട് കൊടുത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് അനുമോൾ അതിനെ അങ്ങ് ഡൈവേർട്ട് ചെയ്തിട്ട്, ഞാൻ നാടനല്ല, ഞാൻ ഗിരിരാജയാണ്, കോഴി ഗിരിരാജ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അതിനെ കുറച്ച് ഫണ്ണാക്കുന്നുണ്ടായിരുന്നു ലൈവില്. ഈ ലൈവിൽ കാണിച്ച അത്രയൊന്നും എനിക്ക് തോന്നുന്നില്ല എപ്പിസോഡിൽ വരും എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ ദിവസം കുറച്ചധികം സമയം കിട്ടിയിട്ടുണ്ട് ഇവർക്കൊക്കെ പരസ്പരം ഒന്ന് മിണ്ടാനും കൂട്ടുകൂടാനും കുറെ സംസാരിക്കാനും. എസ്പെഷ്യലി ഈ പറഞ്ഞ നെവിന്റെ കുറെ ഡ്രാമ ഇന്ന് ഒഴിവായിരുന്നു, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ ഡ്രാമ കാണാൻ കുറച്ചധികം സ്പേസ് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഏതായാലും ശരി, നിങ്ങൾക്ക് ഈ ഒരു പ്രൊമോ വന്നപ്പോൾ അനീഷിന്റെ ചിരിയെ കുറിച്ചുള്ള അഭിപ്രായം പറയുക. ഞാൻ കുറച്ച് ഓവറാക്കിയോ എന്ന് എനിക്കറിയത്തില്ല. അനീഷിനെ എനിക്ക് തുടക്കം തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് എനിക്ക് ബോറായി പോയത് അനീഷിന്റെ പേരൻസ് വന്നതിന് ശേഷം അനീഷ് എന്തൊക്കെയോ കുറച്ച് ഓവറാക്കുന്നുണ്ടായിരുന്നു, കൈവിട്ട് പോകുന്ന കണക്ക് പോകുന്നുണ്ടായിരുന്നു. ദെൻ ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ അനീഷ് എത്ര സ്പേസ് കിട്ടിയിട്ടും അനീഷ് ഇവരുടെ കൂടെ കയറി ബഹളം വെച്ച് ആ സ്പേസിൽ ഒരു ഇടം നേടാൻ നോക്കിയിട്ടില്ല. എസ്പെഷ്യലി ഷാനവാസിന്റെ കാര്യം പോലും മുതലെടുക്കാൻ അനീഷ് ശ്രമിച്ചിട്ടില്ല. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റെസ്പെക്ട് തോന്നുന്ന ഒരു വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച അനീഷിന് കടന്നുപോയത്. ലാലേട്ടൻ വന്നപ്പോഴും അനീഷിനോട് സംസാരിച്ച രീതിക്ക് ആ ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. സോ എനിവേ, നിങ്ങൾക്ക് അനീഷിനെ കുറിച്ചുള്ള കമന്റ്സുകളൊക്കെ പറയാം. അതുപോലെ തന്നെ ആ ചിരിയെ കുറിച്ച് കമന്റ് ചെയ്യുക. സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.